മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സിനിമാ സീരിയൽ താരമായ മനു വർമ്മ. 35 വർഷത്തോളമായി സിനിമയിലും സീരിയലിലുമൊക്കെ സജീവ സാന്നിധ്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയിച്ചു തുടങ്ങിയ നടൻ ഇപ്പോൾ കൂടുതലായും സീരിയലുകളാണ് ചെയ്യുന്നത്. നടിയായ സിന്ധു വർമ്മയാണ് മനു വർമ്മയുടെ ഭാര്യ. ചെറുതും വലുതുമായ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മുതിർന്ന നടൻ ജഗന്നാഥ് വർമ്മയാണ് മനുവിൻ്റെ പിതാവ്. എന്നാൽ അഭിനയ രംഗത്ത് ചുവടുറപ്പിക്കാൻ അച്ഛൻ്റെ പേര് മനു ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും എൻ്റെ കരിയറിന് വേണ്ടി അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ ആരോടും എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുമില്ല. ഡിഗ്രി ഞാൻ പാസ്സാകണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. 1994 ബാച്ചിൽ ഞാൻ പോലീസ് ടെസ്റ്റും എഴുതിയിരുന്നു. ഞാൻ ഗവൺമെൻറ് ജോലി നേടിയെടുക്കണമെന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അഭിനയ മേഖല ഒട്ടും സുരക്ഷിതമല്ലെന്ന് അച്ഛൻ പറയുമായിരുന്നു. സ്ഥിര വരുമാനം ഉണ്ടാകണം എന്നില്ലല്ലോ. കിട്ടാത്തതിനെക്കുറിച്ച് വിഷമിക്കാറില്ല. നമുക്കിതെങ്കിലും കിട്ടിയല്ലോ. നഷ്ടങ്ങൾ പറയുകയാണെങ്കിൽ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് PR വർക്ക് കുറവാണ്. ഞാൻ ആരെയും വിളിച്ച് ചാൻസ് ചോദിക്കാറില്ല. അവർക്ക് ശല്യമാകുമോ എന്ന് ഒരു തോന്നലാണ് എന്നാണ് സിനിമാ സീരിയൽ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനു വർമ്മ പറയാറുള്ളത്. ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താനും ഭാര്യ സിന്ധുവും വേർപിരിഞ്ഞുവെന്നും വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും താരം പറയുന്നു. 3 മക്കളാണ് എനിക്കുള്ളത്. മൂത്തയാൾ അമേരിക്കയിലാണ്. അവിടെ IT എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെയാൾ ബാംഗ്ലൂരാണ്. മൂന്നാമത്തേത് ഒരു മകളാണ്. അവൾ സുഖമില്ലാത്ത കുഞ്ഞാണ്. ഞാനും ഭാര്യയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ഒഫീഷ്യലായിട്ടില്ല. ഇനി ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രണയിച്ച് സ്നേഹിച്ച് ജീവിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ പ്രണയിച്ചും സ്നേഹിച്ചും ജീവിച്ച് എത്രയോ പേർ പിരിഞ്ഞിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാം പാർട്ട് ഓഫ് ദി ഗെയിം. ഇപ്പോൾ പിന്നെ ഒരു ഫാഷനാണല്ലോ. ഫാമിലി കോർട്ടിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ചെന്നാലേ അറിയാൻ കഴിയൂ. ആയിരക്കണക്കിന് കേസാണ് ഒരു ദിവസം വരുന്നത്. ജഡ്ജ് ചില സമയങ്ങളിൽ തലവേദന എടുത്തിരിക്കുന്നത് കാണാം. സെപ്പറേറ്റഡായ ആൾക്കാർ ഒരിക്കലും തമ്മിൽ നല്ലത് പറയില്ലല്ലോ. കോർട്ട് റൂമിൽ പരസ്പരമുള്ള പഴിചാരലും ചളിവാരിയറിലും തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഒരു മടിയാണ്. പണ്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതിയെ കാലം മാറിയപ്പോൾ ആളുകളുടെ മനസ്ഥിതിയും മാറി. 2-3 വർഷം മുമ്പ് ഞങ്ങൾ സ്നേഹത്തിലും ഒരുമിച്ചും തന്നെയായിരുന്നു. ഇതൊന്നും സംഭവിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. പരസ്പരം പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കുന്നതാണ് നല്ലത്. കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കേണ്ടതില്ലല്ലോ. ഒരുമിച്ച് താമസിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കൂടിയാലോ? എന്തിനാണത്? ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയല്ലേ. പിന്നെ അവിടെയുള്ളവർ വേർപിരിഞ്ഞാലും പരസ്പരം സൗഹൃദം സൂക്ഷിക്കും. ഇവിടെയും അത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഡിവോഴ്സ് കൂടും. വേർപിരിഞ്ഞവർ സൗഹൃദം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. പരസ്പരം കണ്ടാൽ കീറി മുറിക്കാൻ നിൽക്കുകയല്ലേ എന്ന് മനു വർമ്മ പറയുന്നു. മനുവിൻ്റെയും സിന്ധുവിൻ്റെയും പ്രണയവിവാഹമായിരുന്നു.